സാഹിബ്, മതം സ്ത്രീ വിരുദ്ധമാണോ? തിരുമേനി പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. മതങ്ങൾ സ്ത്രീ വിരുദ്ധമാണ് അതിൻ്റെ തുടക്കം മുതലേ. എന്നാൽ പ്രവാചക കാലഘട്ടങ്ങളിൽ, വേദ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഖുർആനിൽ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ മാത്രമാണ് പ്രവാചകന്മാരെന്നാണ് ഈ ക്ലർജി സിസ്റ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകകളെ കാണാം. യേശുവിൻ്റെ മാതാവായ മേരി പ്രവാചകയായിട്ടാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ മോസസിൻ്റെ അമ്മ യുക്കാബദ് പ്രവാചകയായിരുന്നു. ആദമിൻ്റെ ഇണയായിട്ടുള്ള ഹവ്വ പ്രവാചകയായിരുന്നു. അപ്പോൾ പ്രവാചകകളുടെ നീണ്ടൊരു ചരിത്രം. ഹാഗാർ, ഇബ്രാഹിം നബിയുടെ അബ്രഹാം പ്രവാചകൻ്റെ ഭാര്യ ഹാഗാർ പ്രവാചകയായിരുന്നു. ഈ പ്രവാചകകളൊക്കെയും ഫറോവയുടെ ഭാര്യയായ സാറ പ്രവാചകയായിരുന്നു. പക്ഷേ ഈ പ്രവാചകകളെയൊക്കെ മാറ്റി നിർത്തി അവരൊക്കെയും കേവല അനുയായികൾ മാത്രമാണെന്നും പുരുഷന്മാർ മാത്രമാണ് പ്രവാചകന്മാരെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം സ്ത്രീക്ക് പ്രവാചകയാകാനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത്, അവരുടെ ശാരീരികമായ ചില പ്രത്യേകതകൾ മൂലം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീകളെ മതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അവർ കേവലം പുരുഷന്മാരുടെ സഹായികളോ പരിചാരകരോ മാത്രമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് മതങ്ങൾ എക്കാലവും പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിൽ പോലും സ്ത്രീ സാന്നിധ്യമില്ലാതെ പോകുന്നത്. മതം എവിടെ ചർച്ച ചെയ്യപ്പെടുന്നോ അവിടെയൊക്കെ മതത്തെ പ്രതിനിധീകരിക്കുന്നത് പുരുഷന്മാർ മാത്രമായിരിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ മതത്തെ പ്രതിനിധീകരിക്കുകയും മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം വരണമെങ്കിൽ നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ പ്രവാചക പാരമ്പര്യത്തെ, ജ്ഞാന പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പള്ളിപ്രവേശനം, ഇസ്ലാമിൽ വലിയ ചർച്ചയാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം. ഇത് എങ്ങനെ ചർച്ചയായി എന്ന് ചോദിച്ചാൽ, പള്ളി പുരുഷന്മാരുടേതാണ്, പള്ളി പുരുഷൻ്റേതാണ്, ഞങ്ങൾ അനുവദിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുണ്ട്, നിങ്ങൾക്ക് പലയിടത്തും കാണാം. മുജാഹിദ് പള്ളി, ജമാഅത്ത് ഇസ്ലാമി പള്ളി എന്നൊക്കെ പറയുന്ന പള്ളി, അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം? പുരുഷന്മാരെ പോലെ മുഖ്യവാതിലൂടെ അവർക്ക് കടക്കാൻ പറ്റില്ല. അവർക്ക് ഇടുങ്ങിയ ഒരു വഴി, ഇടുങ്ങിയ ഒരു വാതിൽ, അങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ ആരും കാണാതെ കടന്നു എന്ന് പ്രാർത്ഥിച്ചു പോരാൻ, ഇതാണ് സ്ത്രീകൾക്കുള്ള പ്രവേശനം. എന്നാൽ മക്കയിലെ പള്ളിയിൽ, മദീനയിലെ പള്ളിയിൽ, പ്രവാചകന്റെ പള്ളികളിൽ പുരുഷന്മാരെ പോലെ ഒന്നിച്ച് അകത്ത് കയറാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് അവിടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഒന്നിച്ച് ഇറങ്ങിപ്പോരാനും അനുവാദമുണ്ടായിരുന്ന കാലമുണ്ട്. അത് ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് അന്നത്തെ കാലത്താണെന്നും അത് അന്ന് നല്ല സ്ത്രീകളായിരുന്നു എന്നും ഇന്നത്തെ സ്ത്രീകളൊക്കെ മോശക്കാരാണെന്നും ഇന്നങ്ങനെ സംഭവിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ്. ഈ അർത്ഥത്തിൽ സ്ത്രീകളെ എല്ലായിടത്തു നിന്നും, പള്ളി പുരുഷൻ്റെതാണ്, ദൈവം പുരുഷൻ്റെതാണ്, പ്രവാചകൻ പുരുഷൻ്റെതാണ്, പ്രവാചകൻ പുരുഷനാണ്, വേദം പുരുഷന് വായിക്കാനുള്ള, സ്ത്രീകൾക്ക് വേദം തൊടാൻ പറ്റാത്ത സമയം പോലും ഉണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സ്ത്രീകൾക്ക് വേദം തൊടാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലം അവൾ വേദശൂന്യായിട്ട് ജീവിക്കണം എന്നാണ്. ഇങ്ങനെ ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത, ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത, സുജൂദ് ചെയ്യാൻ പറ്റാത്ത സമയമുണ്ടെന്നാണ്. ഇങ്ങനെ സ്ത്രീകളെ എല്ലായിടത്തു നിന്നും അശുദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പ്രവണത മതങ്ങളുടെ വ്യാഖ്യാനങ്ങളിലുണ്ട്. അത് തീർച്ചയായും പ്രവാചക പാരമ്പര്യത്തിലുള്ളതല്ല. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരണം. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ, എന്നെ പോലുള്ള ധാരാളം ആളുകളുണ്ട്, ഇത് മുന്നോട്ട് വെക്കുമ്പോൾ ഇതിനെ എതിർക്കുന്നത് പുരുഷന്മാരല്ല. ഇത് സാധാരണ എല്ലായിടത്തും പറയാറുള്ളതാണ്, പുരുഷന്മാരല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഈ സ്ത്രീകൾ, അടിമ മനസ്സ് വെച്ച സ്ത്രീകളെ സംഘടനകൾ വളർത്തിയിട്ടുണ്ട്, മതങ്ങൾ വളർത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടതില്ല, പള്ളിയിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സൗകര്യമൊക്കെ മതി, ഞങ്ങൾക്ക് ആർത്തവകാലത്ത് നിസ്കരിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ആർത്തവകാലത്ത് ഖുർആൻ വായിക്കേണ്ടതില്ല എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് മാറുകയും, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണ് രണ്ടാം കിട പൗരന്മാരാകുന്നത് എന്ന് സ്വതന്ത്ര മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരുകയും വേണം. യഥാർത്ഥത്തിൽ ഇന്നുള്ള മതങ്ങൾ സ്ത്രീ വിരുദ്ധം തന്നെയാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല.